ഞാൻ ഇന്ന് ഉള്ളത് പുതുച്ചേരിയിലാണ്. അല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പോണ്ടിച്ചേരിയിലാണ് ഞാൻ ഇന്ന് ഉള്ളത്. പോണ്ടിച്ചേരി പറയുന്ന സ്ഥലം ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഈ യൂണിയൻ ടെറിട്ടറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഈ പോണ്ടിച്ചേരി ഒരു കാലത്ത് ഫ്രഞ്ച് കോളനിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഫ്രഞ്ച് കോളനിയാണ്. ഈ ഫ്രഞ്ച് കോളനി പറയുന്നത് ഈ ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ കുറേ വീടുകളാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഫ്രഞ്ചുകാരെ പോണ്ടിച്ചേരി പിടിച്ചെടുത്തു. അപ്പോൾ ഈ ഫ്രാൻസിൽ അവിടെ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന സമയമായിരുന്നു. അത് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഫ്രഞ്ചുകാരെ ഈ പോണ്ടിച്ചേരി പറയുന്ന സ്ഥലം പിടിച്ചെടുത്തു. ഈ പോണ്ടിച്ചേരി പറയുന്നത് സ്ഥലം പറയുന്നത് ഇന്ത്യയിലെ ഒരു ഭാഗമായി. അതിനുശേഷം അവര് ഈ പോണ്ടിച്ചേരിനെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചു. ഈ യൂണിയൻ ടെറിട്ടറിയായി പ്രഖ്യാപിച്ച ശേഷം ഈ പോണ്ടിച്ചേരിയിൽ നിറയെ ഈ ഫ്രഞ്ചുകാർ കെട്ടിയ ഈ ഫ്രഞ്ച് ആർക്കിടെക്ചറുള്ള കുറെ ബിൽഡിങ്സ് ഉണ്ട്. ഈ ബിൽഡിങ്സിനൊക്കെ റെസ്റ്റോറൻറ്റും കഫറ്റീരിയയും ബേക്കറിയും അങ്ങനത്തെ ഓരോ സംഭവമായിട്ട് അവര് മാറ്റി. അടുത്തത് കാണാൻ പോണത് പറയുന്നത് പോണ്ടിച്ചേരിയിലുള്ള മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ആണ്. നിങ്ങൾ ഇപ്പോ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു. ഈ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരി ഓൾഡ് ലൈറ്റ് ഹൗസിലേക്ക് നമുക്ക് ഇപ്പോ എൻട്രി ഇല്ല. അതെന്താ കാരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയൊരു ലൈറ്റ് ഹൗസ് കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ എന്നാ പറയുന്നത്. ആ 1 കിലോമീറ്റർ ലൈറ്റ് ഹൗസിൽ അവിടേക്ക് നമുക്ക് എൻട്രി ഉണ്ട്. ഇപ്പൊ ഈ ഓൾഡ് ലൈറ്റ് ഹൗസിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഇപ്പോ കാണുന്നതാണ് ട്രിബ്യൂട്ടറി വാൾ. ഫ്രീഡം ഫൈറ്റേഴ്സിന് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വാൾസ് ആണ്. ഇതിൽ ഓരോ പേരുണ്ട്. അതിൽ ഓരോ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരുണ്ട്. ഫ്രഞ്ച് കോളനിയിൽ അവര് ലെറ്റേഴ്സ് അവര് ഫ്രഞ്ചിലും പിന്നെ തമിഴിലാണ് എഴുതിയിട്ടുണ്ടാവും. അവർ വീട്ടിലൊക്കെ നമ്മൾ പേരൊക്കെ എഴുതില്ല, വീടിൻ്റെ പേരൊക്കെ അത് ഫ്രഞ്ചിലും തമിഴിലാണ് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോഴും ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ.
ഞാൻ കണ്ടു. ഇതാണ് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കൗൺസിലേറ്റ്. നിങ്ങൾ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലോ ആണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഫ്രഞ്ച് ആർക്കിടെക്ചറിന്റെ ഇൻഫ്ലുവൻസ് അത്രയുണ്ട്. അതും പോരാണ്ട് നമ്മുടെ റോഡും ഈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ നീറ്റും നല്ല ഹൈ ക്ലാസ്. നമ്മളൊരു യൂറോപ്പോ അല്ലെ ഒരു ഫോറിൻ കൺട്രിയിൽ നമുക്ക് കയറിയ പോലെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണില്ലേ ഈ ബിൽഡിങ്സ് ഒക്കെ, എൻ്റെ ബാക്കിൽ കാണില്ലേ ബിൽഡിങ്സ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ചും. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ഈ എല്ലാ ഓരോ പ്ലേസും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ എന്താ പറയാ ഫ്രഞ്ച് കോളനി ആയാലും പിന്നെ ഈ റോക്ക് ബീച്ച് ആയാലും ഗാന്ധിയുടെ എന്താ പറയാ സ്റ്റാച്ചു ആയാലും എല്ലാം അടുത്ത് തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോക്ക് ബീച്ച് അതിന്റെ പേര് പോലെ തന്നെയാണ്, ഫുള്ള് റോക്ക് വെച്ചിട്ട് അടച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പോയി നീന്താനോ മറ്റേ ബീച്ചിൽ നമ്മുടെ മരീന ബീച്ചോ നമ്മളെ തൃശ്ശൂർ കാണുന്ന ബീച്ച് പോലെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാനോ കളിക്കാനോ ഒന്നും പറ്റില്ല. ഫുൾ റോക്ക് വെച്ചിട്ട് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ചെയ്തിരിക്കുകയാണ്.